കനത്ത മഴയിലും കാറ്റിലും വടക്കൻ കേരളത്തിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കണ്ണൂർ വെളിയന്നൂരിൽ മരങ്ങൾ വീണ് കടകൾ തകർന്നു. കോഴിക്കോട് പെരുമണ്ണയിൽ ശക്തമായ കാറ്റിൽ വീട് തകർന്നു. കോഴിക്കോട് ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 145 പേരെ മാറ്റിപ്പാർപ്പിച്ചു. കണ്ണൂർ മട്ടന്നൂർ പാതയിലെ വലിയന്നൂരിൽ രാവിലെ 7:30ഓടെയാണ് ശക്തമായ കാറ്റ് വീശിയത്. മരങ്ങൾ വീണ് കടകളും വൈദ്യുതി തൂണുകളും തകർന്നു. കാറ്റിൽ പെട്ടിക്കട പറന്ന് ലോട്ടറി തൊഴിലാളിക്ക് പരിക്കേറ്റു. ചുഴലിക്കാറ്റടിച്ചാണ് ഈ കുറച്ച് ഭാഗത്ത് ചുഴലിക്കാറ്റടിച്ച് ഈ ഭാഗങ്ങൾ മൊത്തം മരം വീണിട്ടുണ്ട്. ഞങ്ങളിപ്പം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. വലിയന്നൂരിന് സമീപം ചതുരക്കിണറിലും അതിശക്തമായ കാറ്റിൽ നാശനഷ്ടമുണ്ടായി. ഇത് അടിച്ചത് അറിയുള്ളൂ. പിന്നെ ഒരു ഒച്ച കേട്ട് പിന്നെ ഒന്ന് നോക്കുമ്പോൾ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു. ഞാൻ വെച്ച് ഭൂമി വിചാരിച്ചു. ഇത് ഇവിടെ നഴ്സറിയാണ്, ഫ്രൂട്ടിൻ്റെ ചെടിൻ്റെ മേലെയാണ് എല്ലാം വീണിട്ടുള്ള മരങ്ങളെല്ലാം. ഇതെല്ലാം നഷ്ടത്തിലായിട്ടുള്ള ഈ മരം വീണിട്ട്. കോഴിക്കോട് പെരുമണ്ണയിലെ അബ്ദുൽ ലത്തീഫിന്റെ വീടാണ് ശക്തമായ കാറ്റിൽ തകർന്നത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഓടി മാറിയതിനാൽ വലിയ അപകടമൊഴിവായി. കനത്ത മഴയെ തുടർന്ന് വിലങ്ങാട് പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൊകവൂരിൽ പരസ്യ ബോർഡ് സർവീസ് റോഡിൽ വീണ് ഗതാഗത തടസ്സം നേരിട്ടു. കുറ്റ്യാടിയിൽ വൈദ്യുതി ലൈനിലേക്ക് മരം പൊട്ടി വീണു. കാസർഗോഡ് കീഴൂരിൽ രാവിലെ ശക്തമായ കാറ്റിൽ നിരവധി വൈദ്യുതി തൂണുകൾ നിലംപതിച്ചു. മലപ്പുറം ചങ്ങരക്കുളത്ത് വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ.